സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചുവിന്റെ ആഘോഷം പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷം കഴിയും തോറും പ്രതീക്ഷിക്കാത്ത സമ്മാനങ്ങളാണ് അച്ചുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പല്ലവിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ മുന്നിൽ പല്ലവിയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് സ്വാതി അങ്ങനൊരു അഭിനയം തൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ കാഴ്ചവെച്ചത്. പക്ഷേ സ്വാതി തന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതേ നാണയത്തിൽ മറുതിരിച്ചടി സ്വാതിക്ക് പല്ലവി കൊടുത്തത്. എന്നാൽ ആ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ സ്വാതിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. പല്ലവി ഇങ്ങനെ പെട്ടെന്ന് മാറി, അല്ലെങ്കിൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പല്ലവി തന്നെ സ്വാതി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ലവി തന്നെ വന്നിട്ട് സ്വാതിയോട് പറയുവാണ്, എനിക്കറിയാം നീ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം കാണിക്കുന്നതെന്ന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഞാൻ ഇങ്ങനെ ഒരു തിരിച്ചടി തന്നതെന്നും, അതുമാത്രമല്ല നീ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ഈ ഒരു പൊന്നുമടം തറവാടിന് ഒരു അന്തസ്സുണ്ട്. നീ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ അത് കളിയാക്കാനോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നാണം കെടുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെ പാരയായിട്ട് മാറും. അതുമാത്രമല്ല മാതാപിതാ ഗുരു ദൈവം, ഇങ്ങനെ ഒരു വചനമുണ്ട്. നമ്മളെ മാതാവിനെയും പിതാവിനെയും ഒരുപോലെ നമ്മൾ ബഹുമാനിക്കണം. ബഹുമാനിക്കുക മാത്രമല്ല, മാതാവും പിതാവും കഴിഞ്ഞാൽ പിന്നെ ദൈവമായിട്ട് കരുതേണ്ടത് ഗുരുവിനെയാണ്. ഗുരുവും കഴിഞ്ഞതിന് ശേഷം മാത്രമേ സാക്ഷാൽ ഈശ്വരൻ വരത്തുള്ളൂ. മാതാവും പിതാവും ദൈവമായി കണക്കാക്കി കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ഗുരുവാണ്. അപ്പം അങ്ങനെ ഉള്ള ഗുരുവിനെ നീ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ല പണി തന്നെ ആയിരിക്കും പിന്നാലെ വരാൻ പോകുന്നത്. അതുമാത്രമല്ല, നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പൊന്നുമടം തറവാടിൻ്റെ അന്തസ്സായിരിക്കും കളഞ്ഞു കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു പൊന്നുമടം തറവാടിന് ഒരു അന്തസ്സുണ്ട്, ഒരു അഭിമാനമുണ്ട്, അതെല്ലാം ഒരു പാരമ്പര്യമുണ്ട്. അത് നീയായിട്ടാണ് കളഞ്ഞു കുളിക്കാൻ പോകുന്നത്. നീ ഇങ്ങനെ ചെയ്യുമ്പോഴെല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെ എങ്ങനെയാണോ മാതാപിതാക്കൾ വളർത്തിയത് അതുപോലെ നിന്റെ പാരമ്പര്യമായിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ തെളിയാൻ പോകുന്നത്. അതുകൊണ്ട് നീ നോക്കിയും കണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നൊക്കെ പറഞ്ഞ് നല്ല ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് പല്ലവി പോകുന്നത്. എന്നാൽ അവിടെ നാണം കെട്ട് സ്വാതി തലയും കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും അച്ഛന് ഒരുപാട് സന്തോഷമുണ്ട്. തൻ്റെ മനസ്സിൽ ഇപ്പോഴും ഹരി, പക്ഷേ തൻ്റെ പ്രണയം അംഗീകരിക്കാനായിട്ട് ഹരി തയ്യാറല്ല. തൻ്റെ പ്രണയം സ്വീകരിക്കാനായിട്ട് ഹരി തയ്യാറല്ല. സേതുവേട്ടൻ്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹരി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ അവസാനം ഹരിയെ കൊണ്ട് തൻ്റെ കയ്യിൽ മൈലാഞ്ചി അണിയാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ ഹരി മൈലാഞ്ചി നമ്മുടെ അച്ചുവിൻ്റെ കയ്യിൽ മൈലാഞ്ചി വരച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു മുത്തശ്ശി വന്നു. മുത്തശ്ശി വന്നിട്ട് ഉടനെ തന്നെ അച്ചുവിനോട് ചോദിക്കുവാണ്, അന്ന് പരസ്യത്തിൽ അഭിനയിച്ച രണ്ടുപേരല്ലേ നിങ്ങൾ? എനിക്ക് അന്നേ അറിയാമായിരുന്നു, അന്ന് നിങ്ങളെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഈ ഒരു ജോഡി കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൊച്ചുമകളോട് പറഞ്ഞതാണ്, നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാണ്, നിങ്ങളുടെ ജീവിതത്തിലും ഒരുമിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമായി. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചില്ലേ? മുത്തശ്ശി വിചാരിച്ചിരിക്കുന്നത് ഹരിയും അച്ചുവുമാണ് വിവാഹിതരാകാൻ പോകുന്നത് എന്നാണ് മുത്തശ്ശി വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നാകാൻ പോവുകയല്ലേ, അപ്പോൾ പിന്നെ സന്തോഷമായില്ലേ എന്നൊക്കെ മുത്തശ്ശി പറയുകയും, മാത്രമല്ല ഈ മൈലാഞ്ചി ഇടുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യം എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഈ മൈലാഞ്ചി കയ്യിൽ ആ പയ്യൻ, കെട്ടാൻ പോകുന്ന പയ്യൻ വധുവിൻ്റെ കയ്യിൽ മൈലാഞ്ചി അണിഞ്ഞു കൊടുക്കും. ആ മൈലാഞ്ചി കുറേ നേരം കഴിയുമ്പോൾ നല്ലതുപോലെ ചുമക്കും. ആ മൈലാഞ്ചി എത്രത്തോളമാണോ ചുമക്കുന്നത്, ആ ചുമക്കുന്നതിനനുസരിച്ച് കെട്ടാൻ പോകുന്ന പയ്യന് വധുവിനോട് എത്രത്തോളം സ്നേഹമുണ്ടെന്നാണ് കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ നല്ല ജോഡികളാണെന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് മുത്തശ്ശി അങ്ങനെ പോയി. എന്നാൽ അച്ഛനും ഒരുപാട് സന്തോഷം തോന്നി. പിന്നാലെ തന്നെ ഹരിക്ക് ഒരുപാട് നന്ദി പറഞ്ഞു. തനിക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തത് തന്നതിൽ, തനിക്ക് മൈലാഞ്ചി ഇട്ട് തന്നതിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും തൻ്റെ പ്രണയം തന്നെ സ്നേഹിക്കുന്നതിൽ എന്നൊക്കെ അച്ചു പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയും അച്ചുവിനെ സ്നേഹിക്കാനോ, അച്ചുവിനെ ഹരിക്ക് ഇഷ്ടമാണ്, പക്ഷേ അവിടെ തടസ്സം സേതുവേട്ടൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിൽ നിന്നും ഹരി പിന്മാറി തന്നെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത ചടങ്ങെന്ന് പറയുമ്പോൾ
അച്ചുവിനെ കുറിച്ച് തൻ്റെ വീട്ടുകാർ സംസാരിക്കുന്ന ഒരു ചടങ്ങാണ്. അച്ചു ആദ്യമായിട്ട് പൂർണിമാമയുടെ മൂത്ത മകളാണ് അച്ചു. അപ്പോൾ മൂത്ത മകള് ആദ്യമായിട്ട് ജനിച്ചപ്പോൾ ആ ഒരു സമയത്ത് പൂർണിമാമയ്ക്ക് എന്തായിരുന്നു തോന്നിയതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അച്ചുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പൂർണിമാമ പറഞ്ഞു. പൂർണിമാമയ്ക്ക് ആദ്യമായിട്ട് തന്നെ അമ്മയെന്ന് വിളിച്ച തനിക്കൊരു അവകാശിയായിട്ട് വന്ന ആളാണ് അച്ചു. അതുമാത്രമല്ല തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് വയ്യെങ്കിൽ പോലും അച്ചു എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കും, എന്നെ ഒരു അത്രത്തോളം കെയറിങ്ങും സ്നേഹവും ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് പൂർണിമാമ ഒരുപാട് സന്തോഷത്തോടു കൂടി അച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും അതൊക്കെ കേട്ട് കണ്ണ് നിറഞ്ഞു നിൽക്കുവാണ്. അത് മാത്രമല്ല തൻ്റെ ചേച്ചി തങ്ങൾക്ക് ആരാണ് എന്നൊക്കെ ഋതുവും സ്വാതിയും വിശദീകരിച്ചു. തൻ്റെ അനിയത്തിമാരുടെ വാക്കുകൾ കേട്ട് അച്ചുവും ഒരുപാട് സന്തോഷിച്ചു, ഒപ്പം തന്നെ കരയുകയും ചെയ്തു. അങ്ങനെ ആ ഒരു നല്ല മുഹൂർത്തം കഴിഞ്ഞു. അടുത്ത സേതുവേട്ടൻ പ്ലാൻ ചെയ്ത ഒരു ഗിഫ്റ്റാണ് അച്ചുവിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അച്ചു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ഗിഫ്റ്റാണ് സേതുവേട്ടനും ജേട്ടുവും ടീമും കൂടി ചേർന്നിട്ട് അച്ചുവിന് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ഋതു വന്നു, അച്ചുവിൻ്റെ കണ്ണ് കെട്ടിയതിന് ശേഷം അച്ചുവിനെ മാറ്റി നിർത്തി. ആ സമയത്ത് ഹരിയും മിത്രേട്ടനും കൂടി ചേർന്നിട്ട് ഒരു ഫ്ലക്സ് പോലെ ഒരു ഫോട്ടോ കൊണ്ട് അവിടെ വെച്ചു. അത് നമ്മുടെ മാധവന്റെ ഒരു ഫ്ലക്സ് ആയിരുന്നു. ആ ഒരു കട്ടൗട്ട് അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം അച്ചു പതുക്കെ മുന്നോട്ട് വന്നു, കണ്ണ് തുറന്നു നോക്കുമ്പോൾ തൻ്റെ അച്ഛൻ തൻ്റെ അരികിൽ നിൽക്കുന്നത് പോലെ ആയിരുന്നു അച്ഛൻ്റെ ഫോട്ടോ. ആ മാധവന്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ചുകൊണ്ട് അച്ചു കരയുവാണ്. അച്ചു കരയുമ്പോൾ ആ അച്ഛനോട് തനിക്ക് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു, അച്ഛനില്ലാത്തതിൻ്റെ സങ്കടം അച്ചു എത്രത്തോളം അനുഭവിക്കുന്നു എന്നൊക്കെ ഓരോരുത്തരും കണ്ടു. അതിനുശേഷം തൻ്റെ അച്ഛൻ തനിക്ക് ആരാണ് അല്ലെങ്കിൽ എന്താണെന്നൊക്കെ പറഞ്ഞ് അച്ചു അവിടെ ഒരുപാട് ഇമോഷണലായി സംസാരിച്ചു. അതിനുശേഷം മാധവന്റെ ഒപ്പം നിന്ന് ഒരു കുടുംബ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് സേതു ഇതെല്ലാം പ്ലാൻ ചെയ്തത്. ഋതുവും സ്വാതിയും അച്ചുവും പൂർണിമാമയും സേതുവും കൂടി ചേർന്ന് മാധവന്റെ ആ ഒരു ഫോട്ടോയുടെ കൂടെ നിന്ന് ഒരു ഇമേജ് എടുത്തു, ഒരു പിക്ക് എടുത്തു. ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മാധവൻ സംസാരിക്കുന്നത് പോലെ സേതുവിന് തോന്നി. മാധവൻ നോക്കുമ്പോൾ പല്ലവി അവിടെ ഒറ്റയ്ക്കിരിക്കുവാണ്. എന്നാൽ മോളെന്താ അവിടെ ഇരിക്കുന്നത്, മോളെന്താ ഇവിടെ വന്ന് നിൽക്കാത്തത്, നീ ഇവിടെ തന്നെ വന്ന് നിൽക്ക്, നീയും കൂടി ഞങ്ങളുടെ കൂടെ വന്ന് നിന്ന് ഒരു ഫോട്ടോ എടുത്താലേ ഈ ഒരു കുടുംബ ഫോട്ടോ പൂർണ്ണമാകത്തുള്ളൂ എന്ന് പറഞ്ഞ് പല്ലവിയെ മാധവൻ വന്ന് വിളിക്കുകയും പിന്നെ പല്ലവി അവിടെ കൂടെ വന്ന് നിൽക്കുകയും പിന്നെ ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയും അതിനുശേഷം സന്തോഷത്തോടെ സേതുവും പല്ലവിയൊക്കെ നിന്ന് സന്തോഷത്തോടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുകയും അതിനുശേഷം പല്ലവിയുടെയും സേതുവിൻ്റെ വിവാഹം അനൗൺസ് ചെയ്യുന്ന ഒരു രംഗം. ഈ ഒരു വിവാഹ വേദിയിൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ചും കൂടി ഞാൻ അനൗൺസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ പല്ലവിയുടെയും സേതുവിൻ്റെയും വിവാഹം ഉണ്ടാകുമെന്നും എല്ലാവരും വരണം, അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് സേതു സംസാരിക്കുന്നു. ഉടനെ തന്നെ സേതുവല്ല, നമ്മുടെ മാധവൻ സംസാരിക്കുന്നു. ഉടനെ തന്നെ സേതു കാൽക്കൽ വീണ് ആ ഒരു അച്ഛൻ്റെ കാൽക്കൽ വീണ് തൊട്ട് നമസ്കരിച്ച് നോക്കുമ്പോൾ അത് ഒരു ചിത്രം മാത്രമാണ്. തൻ്റെ അച്ഛൻ കൂടെ നിന്ന് സംസാരിക്കുന്നത് പോലെയും പല്ലവിയെ വിളിക്കുന്നത് പോലെയൊക്കെ സേതു ഒരു സ്വപ്നം കണ്ടതാണ്. എന്നാൽ ഒരുപാട് സേതു ആഗ്രഹിക്കുന്നുണ്ട്. അന്ന് തൻ്റെ അച്ഛൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് താൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. അച്ഛനെ തള്ളി മാറ്റി നിർത്താൻ വേണ്ടിയിട്ടേ സേതു ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ അച്ഛൻ തൻ്റെ കൂടെ വേണമെന്ന് സേതു ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ആഘോഷം നല്ല പൊടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതിൻ്റെ ഇടയിലും നിഖിലിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നിഖില് ഈ ഒരു ആഘോഷങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിഖില് മാറി നിന്ന് തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം സിഗരറ്റൊക്കെ വലിച്ച് അവിടെ മാറി നിൽക്കുകയാണ്. ആ സമയത്തും നിഖില് പറയുന്നത് നിഖിലിന്റെ സുഹൃത്തുക്കള് നിഖിലിനോട് പറയുന്നുണ്ട്, നീ എന്തായാലും അവസാനം പുളിങ്കൊമ്പി തന്നെ കയറി പിടിച്ചല്ലോ. പൂർണിമാമ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പൂർണിമാമയുടെ മൂത്ത മകളെ തന്നെ നീ കല്യാണം കഴിക്കാനായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും നിഖില് പറഞ്ഞ കാര്യം, ഒരിക്കലും എനിക്ക് പൂർണിമ ടെക്സ്റ്റൈൽസിലെ ആ ഒരു കാഷ്യറിൽ ഇരുന്ന് പൈസ എണ്ണാനല്ല എൻ്റെ ആഗ്രഹം, എനിക്ക് അതിനപ്പുറം ആണ് എൻ്റെ സ്വപ്നങ്ങൾ. അതായത് അവിടുത്തെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് നിഖിൽ ശ്രമിക്കുന്നത്. എന്നാൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക, നിഖിലിന്റെ യഥാർത്ഥ തനിനിറം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സേതുവിനും പൂർണിമാമയ്ക്കൊക്കെ സാധിക്കുമോ, ഇനി എന്തൊക്കെ ആയിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.